ഇതിനെ പറയുന്നത് എച്ചം പറയും. നല്ല മെയിനായിട്ട് വലിച്ചൊക്കെ ഇരുന്ന എച്ചം, അതിന് എച്ചം എന്ന് പറയും. രണ്ടാമത്തെ കട്ടിയുള്ള കവറാണെങ്കിൽ അതിന് LD എന്ന് പറയും. മൂന്നാമത്തേത് വന്നിട്ട് PP പറയും. അത് കാരണം പലതരം ശബ്ദമുള്ളത് പ്ലാസ്റ്റിക്കിന് നമ്മൾ ഈ മുറുക്കൊക്കെ വാങ്ങിക്കുന്ന അതിന് PP എന്ന് പറയും. പിന്നെ പേപ്പർ, പിന്നെ ബോട്ടിലുകൾ മാറ്റി വയ്ക്കുക, പിന്നെ എണ്ണ കവറുകൾ, ഓയിൽ കവർ, അവിടെ കൊണ്ടുപോയിട്ട് അത് വന്ന് കൊണ്ടുപോയിട്ട് അവരവിടെ കൊണ്ടുപോയി വെച്ചിട്ട് അവിടെ നിന്ന് വേറെ വണ്ടി വരും. ഇതിൻ്റെ വണ്ടി വേഗം പേരും തന്നെ മറ്റേത് എന്താ പറയുന്നു അതിൻ്റെ മിത്രം പറഞ്ഞിട്ടുണ്ടില്ല, അതിൻ്റെതായ വണ്ടി കൊണ്ടുപോയിട്ട് അവരെ വീണ്ടും അതിനെ ഓരോ തരങ്ങളായി സാധനങ്ങൾ അതൊക്കെ നമ്മൾ ഈ പ്ലാസ്റ്റിക് തരംതിരിച്ചിട്ട് അതിനകത്ത് ഓരോ പൂവ്, വെള്ളപ്പൂവ്, ചോപ്പൂവ്, റോസ് പൂവ്, പ്ലാസ്റ്റിക്കിൻ്റെ പൂവൊക്കെ ഇല്ല. അതൊക്കെ ഈ പ്ലാസ്റ്റിക്കിനാണ് ഉണ്ടാക്കുന്നത്. അതൊരു വെള്ള പ്ലാസ്റ്റിക്കിൻ്റെ അത്. പിന്നെ ബാക്കി ചീത്ത പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ഒരു ടാറിനൊക്കെ വിളിക്കും. എല്ലാ വേസ്റ്റ് കൊടുക്കും. പ്ലാസ്റ്റിക് എടുക്കാത്തതുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് എടുക്കും. പിന്നെ വർഷത്തിൽ ഒരു പ്രാവശ്യം തുണി, ചെരുപ്പ് അങ്ങനെയുള്ളത്. ഞങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം വന്നു ഇതന്നെ എടുത്തു. ചൊവ്വാഴ്ച വരും. 100 രൂപ മാസം. ഫുഡ് വേസ്റ്റ് അടക്കം 150. ഫുഡ് അതിൽ ആ പന്നികൾക്ക് ഇട്ട് കൊടുക്കും, അതുകൾ തിന്നോട്ടെ. ഇവർക്കും കൊണ്ടുപോയി ഇടാൻ സ്ഥലമില്ല. പിന്നെ അവിടെ നിറയെ കൂട്ടി വെച്ചിട്ടുണ്ടോ വേസ്റ്റ്, അങ്ങോട്ട് കയറിനോടത്ത്. ആ അത് കുടുംബശ്രീയുടെയാണ്. അത് നഗരസഭ വണ്ടി വന്ന് എടുത്തിട്ട് പോകും. ഗ്രാമത്തിലും അതേപോലെ ഒരു മാസത്തിൽ 5 പ്രാവശ്യം ആരും. വർത്തമാനം പറയുന്നത് മ്യൂട്ട് ചെയ്തോളാം കേട്ടോ.